യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിലേക്ക് ക്ഷണിക്കാത്തതിലാണ് വിമർശനം. നേതൃത്വം ഇടപെട്ടതിന് പിന്നാലെ പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് റാഫി കരീമാണ്. റാഫി, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായ വളർച്ചയാണ് ലക്ഷ്യമിടുന്നതെന്നൊക്കെ ചില ധ്വനികൾ ആ പോസ്റ്റിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ക്രിസ്റ്റീന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയിൽ നടന്നിരുന്ന ക്യാമ്പിലേക്ക് അബ്ദുൾ മുത്തലിബിനെ ക്ഷണിച്ചിരുന്നില്ല. ഇതിലെ ഒരു അതൃപ്തിയാണ് അബ്ദുൾ മുത്തലിബ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ രാത്രി വൈകിയാണ് അബ്ദുൾ മുത്തലിബ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് സമാപിച്ചു, നിങ്ങളെ ആ പദവിയിലെത്താൻ സഹായിച്ച എത്ര പേരോട് നന്ദി പറഞ്ഞു എന്നുള്ള ചോദ്യമാണ് അബ്ദുൾ മുത്തലിബ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യം ചോദിക്കുന്നത്. പിന്നീട് MLA പദവി ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിൽ നന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും MLA ആകാൻ കഴിയില്ലല്ലോ എന്നും അബ്ദുൾ മുത്തലിബ് പറയുന്നു. ഒപ്പം തന്നെ അസ്വസ്ഥത ഒരിക്കലും ഒന്നിനും ഭൂഷണമല്ല, നമ്മൾ ഒന്നിച്ച് തുഴഞ്ഞാലേ ഈ തോണി മുന്നോട്ട് പോകൂ, കോൺഗ്രസ് തിരിച്ചു വരണം, വ്യക്തികളല്ല തിരിച്ചു വരേണ്ടത് എന്നുള്ള അഭിപ്രായം കൂടി അബ്ദുൾ മുത്തലിബ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു പരോക്ഷ വിമർശനമാണ് അബ്ദുൾ മുത്തലിബ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. അബ്ദുൾ മുത്തലിബിനെ ഈ സംസ്ഥാന ക്യാമ്പിലേക്ക് ക്ഷണിക്കാതിരുന്നതിൽ കടുത്ത അതൃപ്തി അബ്ദുൾ മുത്തലിബിനുണ്ടായിരുന്നു. ഇത് ഈ അബ്ദുൾ മുത്തലിബ് പലരുമായും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അബ്ദുൾ മുത്തലിബ് രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെയുള്ളൊരു വിമർശനമാണ് റീൽസും മറ്റ് ചിത്രീകരണത്തിലൂടെയും വ്യക്തിപരമായുള്ള ഒരു വളർച്ചയ്ക്കുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത്. അതിനൊപ്പം കൂടി ചേർത്തുന്നതാണ് അബ്ദുൾ മുത്തലിബ് നടത്തിയ ഈ വിമർശനം. എന്തായാലും നേതാക്കൾ ഇടപെട്ട് അബ്ദുൾ മുത്തലിബിൻ്റെ പോസ്റ്റ് അരമണിക്കൂറിന് പിന്നാലെ തന്നെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഏതൊക്കെ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാവുന്നൊരു കാര്യം. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.